കൊച്ചു പിള്ളേരെ പിച്ചിയും മാന്തിയും കളിച്ച് ഇത്രയൊക്കെ ഒപ്പിച്ചു അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതെ, സ്വല്പം ബ്രീഡ് ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. ദാറ്റ്സ് ഓൾ. ആ, ഒന്നിനും കുറവ് വരുത്തണ്ട. ഇത് വെച്ചോ. ഇറങ്ങാം. പോട്ടടാ. ഓ, അവന്റെ പേരെന്താണ് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. ഐ വോണ്ട് ഹിം. എനിക്ക് അവനെ വേണം, വിതൗട്ട് എനി ഡാമേജ്. അവനെവിടെ? ഉണ്ണി ആരാ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അവനെവിടെ? ഉണ്ണികൃഷ്ണൻ. അവൻ ഇവിടെ ഇരിക്കാം. അവനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും. സൂക്ഷിച്ചോ. ഞാൻ ഒരു കണക്കിനാ അവിടുന്ന് വിളിച്ച് രക്ഷപ്പെട്ടത്. അവന്മാർ ഹോസ്റ്റലൊക്കെ കയറി അടിച്ചു പൊളിച്ചു. നീ ഇവിടെ എങ്ങോട്ടെങ്കിലും മാറണം. അവരേത് നിമിഷം ഇവിടെ എത്തും. ഇല്ല, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. കൂടിപ്പോയി അവരെന്നെ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. നേരിടാ, ഞാൻ തയ്യാറാ. ഉണ്ണി, ഞാൻ പറയുന്നത് കേൾക്ക്. അവരുടെ കയ്യെ കിട്ടിയാൽ നിന്നെ മിച്ചം വെക്കത്തില്ല. നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം, പ്ലീസ്. രക്ഷപ്പെടാമെന്ന് വിചാരിച്ച വേണ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടുവരാനല്ലടാ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ, ഒരു വീണ്ടും വിചാരമില്ലാത്ത പണിയായി പോയി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? സാരമില്ല. നിന്റെ സ്ഥാനത്ത് എന്നെ തന്നെയാ ഞാൻ കാണുന്നത്. 20 വർഷം മുമ്പ് ഇതേ ലോ കോളേജിലെ ഏറ്റവും വലിയ നേതാവിനെ കുത്തിയിട്ട് ഒളിവിൽ പോയ പരമേശ്വരൻ എന്ന 1ാം വർഷക്കാരനെ പെട്ടെന്ന് ഓർത്തപ്പോ നിന്നോടൊരു അലിവ് തോന്നിപ്പോയി. പപ്പനെ വിളിക്ക്. അവനെ നീ കുത്തിയെന്നറിഞ്ഞപ്പോഴും തിരിച്ചു കുത്താനല്ല, കൂടെ നിർത്താനാ മനസ്സ് പറഞ്ഞത്. ആ പപ്പ, നീ വേണം ക്ഷമിക്കാൻ. നീ ഫൈനൽ ഇയറാ. ഇവനെ നമുക്ക് വേണം പാർട്ടിക്ക്. കോളേജിൽ ഇനി മുതൽ ഇവനെ നീ വേണം വളർത്താൻ, നിന്നെ ഞാൻ വളർത്തിയ പോലെ. കോളേജ് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലടോ. പക്ഷേ നിന്നെ ഇവനെയും പോലെ ഇണഞ്ഞു നിൽക്കുന്ന കുട്ടിക്കൊമ്പന്മാരെ മെരുക്കിയെടുക്കാൻ ഞാൻ തന്നെ വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധം. ഒരുതരം താപ്പാനയുടെ പണി. പിന്നെ നിന്റെ വീട്ടിൽ ഇവരല്പം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട. ഇവര് നിന്റെ കൂടെ വരും, മാപ്പ് പറയും. ചെല്ല. നിന്റെ പഠിത്തം കഴിഞ്ഞാലും കോളേജിനകത്ത് പിള്ളേരെ കൂടെ നിർത്താൻ ഒരുത്തൻ വേണ്ടേ? ചങ്കൂറ്റമുള്ള ഒരുത്തൻ വേണ്ടേ? ഉണ്ണി, ഇവരെന്താ ഇവിടെ? അമ്മ, ഇവര് മാപ്പ് പറയാൻ വന്നതാ. വേണ്ട, ഇവർക്ക് പറയാനുള്ളതൊക്കെ ഇവര് ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് സാർ. വേണ്ട, ഈ വിനയമൊന്നും നിങ്ങൾക്ക് ചേരില്ല. പോകാം. ഇവരിപ്പം നിന്റെ കൂട്ടുകാരായി അല്ലേ? മുമ്പേ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇവരെന്റെ മുഖത്ത് ചവിട്ടിയില്ലെന്നേ ഉള്ളൂ. നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു കയറി എന്റെ മുന്നിലിട്ട് അവരിവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോഴും നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ തോറ്റുപോയി, നീ കാരണം. ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. സാർ,
അങ്ങയുടെ ഭരണം ഒരു 4 സംഘത്തിന് പിടിയിലാണെന്ന് പറയുന്നതിനെ കുറിച്ച്? അത് പ്രതിപക്ഷത്തിന്റെ വിവരക്കേടാണ്. സാർ, പ്രതിപക്ഷമല്ല, അങ്ങയുടെ പാർട്ടിയിലെ ഗ്രൂപ്പുകാർ തന്നെ പറയുന്നത്. ഘടകകക്ഷികൾക്കും ഉണ്ട് അങ്ങനെ ഒരു ആരോപണം. എന്റെ പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടോ എന്തോ എനിക്കതൊന്നും അറിയില്ല. പിന്നെ ഘടകകക്ഷികൾ ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. സാർ, പത്രങ്ങളിലുണ്ട്. പത്രക്കാരിപ്പോ സത്യം എഴുതാറില്ലല്ലോ. സാർ, അങ്ങ് പത്രക്കാരെ അടച്ച് ആക്ഷേപിക്കുകയാണല്ലോ. എന്റെ മാവന്നേരെ ഞാനും എത്ര കണ്ടതായി പത്രപ്രവർത്തനം. 30 വർഷം പാർട്ടി പത്രത്തിന്റെ എഡിറ്ററായിരുന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് പറയാ ഈ പത്രപ്രവർത്തനത്തിന്റെ മുഴുപ്പൊക്കെ. ഇതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. സാർ, കുരുക്ഷേത്രം, ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിംഗാ. പാർട്ടി കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ പാർട്ടി പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചാൽ മതി. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് യാതൊരു ഗ്രൂപ്പുമില്ല. ഈ ഗ്രൂപ്പ് ചോദ്യം കേട്ട് കേട്ട് പൊറുതിമുട്ടി. ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് എഴുതി വെച്ചാൽ മതി. എന്താണ് കാര്യം? ഗ്രൂപ്പ് കാര്യമാണെങ്കിൽ എന്നോട് വേണ്ട ചോദ്യം. അല്ല സാർ, വെളിച്ചെണ്ണ ഇടപാടിനെ കുറിച്ചാണ്. ഭക്ഷ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിൽ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ? അല്ല സാർ, അതിൽ വന്ന വിശദീകരണം പൂർണ്ണമല്ല. പിന്നെന്താണ്? നോ സാർ, ടണ്ണിന് $410 വിലയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ തരാൻ മറ്റു കമ്പനികൾ തയ്യാറായിരുന്നല്ലോ. ഈ ചോദ്യത്തിന് ഞാൻ അസംബ്ലിയിൽ ഇന്നലെ മറുപടി പറഞ്ഞതാണ്. വേറൊരു കമ്പനിയും കുറഞ്ഞ വില കോട്ട് ചെയ്തിട്ടില്ല. CM-ന് ഡൽഹി ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനുള്ള തിരക്കുണ്ട്. കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ... സാർ, എന്റെ ചോദ്യം തീർന്നില്ല. അങ്ങ് പറഞ്ഞത് അസത്യമാണ്. തെളിവില്ലാതെയാണ് കുട്ടി സംസാരിക്കുന്നത്. സാർ, തെളിവുണ്ട്. ഇത് വെളിച്ചെണ്ണ ടണ്ണിന് $400 കോട്ട് ചെയ്തുകൊണ്ട് കമാൽ എക്സ്പോർട്സ് ഗവൺമെന്റിന് അയച്ച കത്താണ്. ഇനിയുണ്ട്. കൽക്കത്തയിലെ ചാറ്റർജി ഏജൻസീസിന്റെ കത്ത്. ടണ്ണിന് $380 വിലയ്ക്ക് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഓഫർ. ഓ, മീരയുടെ അരങ്ങേറ്റം കൊള്ളാം. പക്ഷേ ഈ കത്തുകളൊക്കെ വ്യാജമായി കൂടുന്നില്ലല്ലോ. അല്ല, സാവകാശം ഉണ്ടെങ്കിൽ അങ്ങേക്ക് പരിശോധിക്കാം. ഇപ്പോൾ അങ്ങയുടെ മേശപ്പുറത്തുള്ള ഫയൽ നമ്പർ KGFMP 2016/92 ഈ കത്തുകളുടെ ഒറിജിനലുണ്ട്. ഓ, എങ്കിൽ അവരയച്ചിരുന്ന സാമ്പിൾസ് നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, കമാലിന്റെയും ചാറ്റർജിയുടെയും സാമ്പിളുകൾ കുറ്റമറ്റതാണെന്ന് കാണിച്ച് ഗവൺമെന്റിന് ലഭിച്ച ലബോറട്ടറി റിപ്പോർട്ടാണിത്. അഴിമതി നടന്നു വ്യക്തമല്ലേ സാർ? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? രേഖകൾ പരിശോധിച്ച് ഗവൺമെന്റ് യുക്തമായ വിശദീകരണം നൽകും. വെയിറ്റ് അണ്ടിൽ ദാറ്റ്. സാർ, ഒരു ചെറിയ ചോദ്യം കൂടി. അങ്ങയുടെ കൂടെയുള്ള ഈ എക്സൈസ് മന്ത്രി തലസ്ഥാനത്തെ ഒരു വ്യാജമദ്യ ലോബിയുടെ ശമ്പളക്കാരനായി മാറിയിട്ടുണ്ടെന്ന് ആരോപിച്ച് ഒരു ഭരണകക്ഷി MLA തന്നെ അങ്ങേക്കൊരു കത്തയച്ചിട്ടുണ്ടല്ലോ. ആരോപണം ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ്. എവിടുന്ന റഷീദ ഈ മൂദേവി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിൽ അവളൊരു അധോലോക സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഇനി അവിടെ നിന്നാല് പട്ടേലിന്റെ ആൾക്കാർ അവളെ മിച്ചം വെച്ചേക്കില്ല എന്ന് തോന്നിയപ്പോ മാനേജ്മെന്റ് ഇങ്ങോട്ട് അയച്ചതാ. 3 പ്രാവശ്യം അവര് തട്ടിക്കൊണ്ടുപോയതാ അവളെ. അവള് കയറി അരിച്ചു കിടക്കാത്ത ഏതെങ്കിലും ഒരു ഫയൽ ബാക്കിയോടോ എന്റെ മേശപ്പുറത്ത്? ഇവളെയൊക്കെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞയക്കാൻ തോന്നിയല്ലോ. അമ്മോ, പ്രസ് റൂമിൽ നീയും കൂടെ വരണമായിരുന്നു. ഈ മീരയുടെ പെർഫോമൻസ് ഒന്ന് കാണാൻ. മുഖ്യമന്ത്രി ശരിക്കും വരണ്ടുപോയി. ആ, ഇനെന്തു പറ്റി? പെണ്ണിന് നേരത്തെ വെച്ചെന്നോ? ഇപ്പൊ തരാവേ. അമ്മോ, എന്തോ നമുക്ക് അമ്മാരനെ പോക്കാം.
നോക്ക് ആ അന്തർവാഹിനി ഇങ്ങോട്ട് Hey, who are you? ഫൈൻ. ഇനി കുട്ടൻസ് മാറിക്കേ, ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. ഹൃദയത്തിലും സുപ്രിയക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ. കുട്ടപ്പ, തനിക്കറിയാമല്ലോ ഈ സുപ്രിയ തന്നെ പോലത്തെ ചീള കേസുകൾക്കൊന്നും ലൈൻ കൊടുക്കാറില്ലെന്ന്. കുട്ടൻസ് പോ. വാ. ഹായ് ഉണ്ണി. മനസ്സിലായില്ലേ? സുപ്രിയ തരകൻ. ഉണ്ണിയൊന്ന് തല്ലുകൊണ്ട് വീണപ്പോ മതി, അന്ന് പറഞ്ഞതൊക്കെ തിരിച്ചെത്തിരിക്കുന്നു. വന്നെന്ന് തന്നെ പേരുന്നാൾ ഞാൻ അന്വേഷിച്ചു. ഓ, എന്താ കൊച്ചിന്റെ പേര്? ഊതരുതേ. ഊതും. ഊതേനങ്ങ് പറന്നു പോകാനുള്ളതല്ലേ ഉള്ളൂ. ഹോസ്റ്റലിൽ താമസമാക്കിയല്ലേ. ആ, നന്നായി. ഇഷ്ടം പോലെ ഫ്രീഡം ആകാലോ. ഇനി കലക്കണം. എന്നാലേ കോളേജിനൊരു ത്രില്ലുള്ളൂ. ദാ ഇതിലാ തൃക്കൈയുണ്ട് ഒരു ഒപ്പിട്ടെ. ഇതെന്താ ഓട്ടോഗ്രാഫോ? സുപ്രിയക്ക് കിറുക്കുണ്ടായിട്ടൊന്നുമല്ല, ഒരു വട്ട് ഹോബി. ഒരുമാതിരി കൂറ പെമ്പിള്ളേരെ പോലെ കണ്ണി കണ്ട സൂപ്പർ സ്റ്റാർസിന്റെയും ക്രിക്കറ്റ് കളിക്കാരുടെയും പുറകെ ഓട്ടോഗ്രാഫായിട്ട് നടക്കുന്ന സ്വഭാവം സുപ്രിയക്കില്ല. സുപ്രിയയുടെ ഓട്ടോഗ്രാഫിൽ ഒരാൾ ഒപ്പ് വെക്കണമെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ലൈനിൽ പെസകായിരിക്കണം. സ്പോർട്സ് എങ്കിൽ സ്പോർട്സ്, മ്യൂസിക് എങ്കിൽ മ്യൂസിക്, പോളിറ്റിക്സ് എങ്കിൽ പോളിറ്റിക്സ്. സുപ്രിയ സമ്മതിച്ചിരിക്കണം. ഒന്ന് പെസക, മുറ്റ് പെസക. തുറന്നു പറഞ്ഞോട്ടെ, ഈ ഡയലോഗിനിടയിൽ മുട്ടിന് സുപ്രിയാന്ന് ചേർക്കുമ്പോ കേൾക്കാനും സുഖം പോരാ അല്ലേ? ദേവിവാ, പക്ഷെ നിവൃത്തിയില്ല. കൊച്ചിലെ മുതൽ അങ്ങനെ ശീലിച്ചു പോയി. എന്നെ കൊച്ചുനാള് വളർത്തിയത് ആയ ആനറ്റ്. അവരും ഇതുപോലെ ഡയലോഗിനിടയിൽ മുട്ടിന് ചേർക്കും ആനറ്റെന്ന്. അവരെ കണ്ട ഞാൻ എല്ലാം പഠിച്ചത്. ഒപ്പിടും. പേനോണ്ടുള്ള ഒപ്പല്ല. ആ, ഇങ്ങനെ തമ്പ് ഇംപ്രഷൻ മതി. ഇട്ടുകൊടുത്തേക്കാ. ചെറുക്ക, ഇത്രയില്ലാത്ത കാല് നീട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ ചെത്തി കണ്ടിച്ച് ദൂരെ കളയും ഞാൻ. ഞാൻ നീയാന്ന് വിചാരിച്ചിട്ട്. അയ്യോ, ഞാൻ അറിയാതെ. അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോ അറിയും. സുപ്രയുടെ അടുത്ത് തന്നെ അറിയണമെങ്കിലേ ചെക്കന് പിന്നെ ചൊറിയാനേ നേരം കാണത്തുള്ളൂ. ബൈ. അനുശോചന അറിയിക്കാൻ ഹോസ്പിറ്റൽ വന്നപ്പോ താൻ മുറിവും കുത്തിക്കെട്ടി പോന്നോന്നറിഞ്ഞു. ഓഹാ, ഇനിയെങ്കിലും കുറച്ച് സൈഡ് എടുത്ത് പോണേ പപ്പ. അന്തർവാഹിനി. ബൈ. ആ, ഓരോരുത്തരുടെ സമയം തന്നെ അല്ലേ? ആ, ഇനി ക്ഷണിക്ക് എസ്റ്റേറ്റിലേക്ക് ഒരു ദിവസം ഒപ്പം കൂടാ. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഓട്ടോഗ്രാഫിൽ തന്നെ വിരലടയാളം വെക്കാൻ ക്ഷണിക്കുമെന്ന്. എന്റെ അമ്മു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഓപ്പോസിറ്റ് സെക്സിലെ പെശകുമായിട്ട് ഒരു രാവും പകലും. അതിനപ്പുറം ഒരു ബന്ധത്തിനും ആയുസ് പാടില്ലെന്ന സുപ്രിയ തരകൻ തിയറി ഓഫ് ലവ്. ഉണ്ണി, നിന്നെ ഞാനൊന്ന് കുത്തിക്കോട്ടെ. ആ, നിന്നെ കുത്തി ഒന്ന് ഹീറോ ആവാൻ, എന്നിട്ടുള്ള ഓട്ടോഗ്രാഫി കയറാൻ. എന്റെ അമ്മൂമ്മേ. അമ്മ ഒരുപാട് കരഞ്ഞു ഉണ്ണിയേട്ടൻ പോന്നു കഴിഞ്ഞപ്പോ. ഇത്രയൊക്കെ ദ്രോഹിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ ഉണ്ണിയേട്ടന് ഒരു മടിയും തോന്നിയില്ല അല്ലേ? രാധയ്ക്കറിയൂ, ശത്രു ഒന്ന് ഞാൻ വിചാരിച്ച ആള് എനിക്ക് എത്ര പെട്ടെന്ന് മാപ്പ് തന്നെന്ന്. പക്ഷെ ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച ആള് പടി ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇറങ്ങി പോകണമെന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല. മുഖത്ത് നോക്കി ഇറങ്ങി പോടാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആ കാല വീണ് മാപ്പ് ചോദിച്ചേന്. സ്വയം തീരുമാനിച്ച മതി എന്നോട് പറഞ്ഞപ്പോ തെറ്റെല്ലാം എന്റെ ഭാഗത്താണെന്നുള്ള ധ്വനി അതിലുണ്ടായിരുന്നു. അത് സഹിക്കാൻ വയ്യ.
ഇന്നൊരു പക്ഷെ ഞാൻ തെറ്റിന്റെ ഭാഗത്തായിരിക്കാം. നിനക്കറിയോ, അച്ഛന്റെ അമ്മയുടെ മുഖം പോലും ഓർമ്മയില്ലാത്ത എനിക്ക് ആ വീടും ആ മുറിയിൽ നിന്നിരുന്ന സേഫ്റ്റി ഫീലിംഗ്സ് എന്തുമാത്രമാണെന്ന്. അവിടെ കിടന്ന് ആരും കാണാതെ പൊട്ടിക്കരയാനാണ് ഞാനെന്ന് വന്നത്. ആ അതൊക്കെ പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അച്ഛൻ എല്ലാ വിവരവും കാണിച്ച് ഹരിയേട്ടന് കത്തയച്ചു. അറിയാം, ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് എഴുതി കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ ഹരിയേട്ടന് ഫോൺ ചെയ്തു. ഇനി വീട്ടിലേക്കില്ല, എന്റെ പ്രശ്നം തീർക്കാനായിട്ട് ദയവ് ചെയ്ത് ലീവ് എടുത്ത് തരണ്ട, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഒറ്റ മൂച്ചിന് അങ്ങോട്ട് പറഞ്ഞു. ഹരിയേട്ടൻ ക്ലിക്ക്, ഫോൺ കട്ട് ചെയ്തു. നീ എന്നു മുതലാ എത്ര പാവമാകാൻ തുടങ്ങിയത്? എനിക്കറിയില്ല. ഛേ, ഇന്നിനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ബാക്കി ഞാൻ കൊണ്ടുവിടാം നിന്നെ. ഇവിടം വരെ വന്നിട്ട് ഉണ്ണിയേട്ടൻ കയറാതെ പോയെന്നറിഞ്ഞാല് അമ്മയ്ക്കത് കൂടുതൽ വിഷമാവും. വേണ്ട, ഞാൻ പിന്നെ വരാം. രാധ പൊക്കോ.